നമസ്കാരം ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്റെയും എന്റെ ന്യൂ ബോണിന്റെയും ഹോം അലോൺ വീഡിയോ ആണ്. ഇന്ന് വീട്ടിൽ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഇവിടെയുള്ള എല്ലാവരും കറങ്ങാൻ പോയി, അവർ ഓണം കൂടാൻ പോയി. സോ ഞങ്ങൾ മാത്രമായിട്ടുള്ള ഞങ്ങളുടെ ഒരു പ്രൈവറ്റ് ഡേ അല്ലേ, നമ്മുടെ ഡേറ്റിംഗ് ആണെന്ന്. നമ്മുടെ ഡേറ്റിംഗ് ആണോ മമ്മ സൺ അതിനെ പിന്നെ ഡിച്ച് ചെയ്തു. മമ്മ സൺ ഡേറ്റിംഗ് ഇന്ന് നമ്മൾ മാത്രമേ ഉള്ളൂ. ഇന്ന് ഫസ്റ്റ് ഡേ ടുഗദർ, നമ്മൾ ഒറ്റയ്ക്ക് ഒരു ദിവസം ആദ്യത്തെ. യു ഗൈസ് നോ, ഞാൻ ഈ ഇടയ്ക്ക് ഒരു റീല് കണ്ടതാണ്. ആ റീലിൽ പറയാണ്, ഒരു മകളാണ് നിങ്ങൾക്ക് ഉള്ളതെങ്കിൽ മകള് ഒരു 8 വയസ്സ് വരെ അമ്മയുടെ കൂടെ നിന്ന് വളരും. അതിനുശേഷം അവര് അപ്പൻ്റെ ഉടുപ്പ് പോയിട്ട് കുറെ കാര്യങ്ങളൊക്കെ പഠിക്കും. അതിനുശേഷം അവര് എപ്പോഴാണോ മെച്ചുവർ ആവുന്നത് അപ്പോൾ തിരിച്ച് അമ്മയടുത്ത് വരും എന്ന്. അപ്പം മകളെന്ന് പറയുന്നത് അപ്പൻ്റെ അടുത്തും അമ്മയടുത്തും എപ്പോഴും ഉള്ള ഒരാളാണ്. പക്ഷെ ഒരു മകൻ എന്ന് പറയുന്നത് ജനിച്ചു കഴിഞ്ഞ് മെച്ചുവർ ആവുന്നവരെ എന്ന് വെച്ചാൽ ഒരു 16, 17, 18 വയസ്സ് വരെ അമ്മയുടെ കൂടെ നിന്നിട്ട് പിന്നെ അപ്പൻ്റെ അടുത്ത് പോകും. അതിനുശേഷം അവൻ അമ്മയുടെ അടുത്ത് തിരിച്ചു വരത്തില്ല എന്ന്. അവർ മെച്ചുവർ ആവുന്ന ആ സമയത്ത് അവർക്ക് അമ്മ എന്ന് പറയുന്ന സ്ഥാനത്ത് വേറൊരു പെൺകുട്ടിയോ ഭാര്യയോ 18 വയസ്സിന് കെട്ടാൻ ഇല്ല, മോൻ കെട്ടൂല. അപ്പം ആ പ്രായത്തില് അവർ വേറൊരാളെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നു. അമ്മരം അതൊരു ഹാർട്ട് ബ്രേക്ക് മീൻസ് ഒരു ബ്രേക്കപ്പിന് തുല്യമാണ് അമ്മയ്ക്ക് ആ പെയിൻ എന്ന്. ശരിക്കും അമ്മേനെ വിട്ടിട്ട് പോലും കേട്ടാ. നോ, ഞാനൊരു സൈക്കോ അമ്മ ആവത്തില്ലടാ. നിനക്ക് എപ്പോ വേണമെങ്കിലും നിനക്ക് എന്നെ ഇട്ടിട്ട് പോകാം. അപ്പൊ ഇന്നത്തെ ദിവസം ഞങ്ങൾ എല്ലാ വർഷവും മിസ് ചെയ്യാതെ പോകുന്ന KTC എന്ന് പറഞ്ഞ സംഘടനയുടെ ഓണപരിപാടിയാണ്. അച്ചാച്ചൻ ആ സംഘടനയുടെ ട്രഷറർ ആയതുകൊണ്ട് കുറച്ച് നേരത്തെ തന്നെ വീട്ടിൽ നിന്ന് പോകേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് ജിലുവും അമ്മച്ചിയും പോകുന്നതിന് മുമ്പ് തന്നെ അച്ചാച്ചൻ സ്ഥലം. ബേബി ഉണ്ടായിട്ട് 2 ആഴ്ച ആവുന്നു, വേണമെങ്കിൽ എനിക്ക് പോകായിരുന്നു. ജിലു ബേബി ഉണ്ടായിട്ട് 5 ദിവസം കഴിഞ്ഞപ്പം ഞങ്ങൾ ഇവിടെ ഒരു പിക്നിക്കിന് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് SPD പെയിൻ ഇച്ചിരി അധികം ഉള്ളതുകൊണ്ട് തന്നെ ആ പെയിൻ പോകാൻ ഇനിയും ഒരു 2 months എടുക്കും എന്നൊരു സമയം ഉള്ളതുകൊണ്ട് ഞാൻ വെറുതെ അതിനെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നാണല്ലോ. അതുകൊണ്ട് തന്നെ എനിക്ക് അസുഖം കൂടാതിരിക്കാൻ വേണ്ടി നോക്കാം. ഈ വീട്ടിലെ ക്ലോസറ്റിലെ എല്ലാ തുണികളും ഈ ബെഡിന്റെ പുറത്തുണ്ട്. അതിപ്പോ ഏത് ഫംഗ്ഷന് ഞങ്ങൾ പോകാൻ ഇറങ്ങിയാലും അത്യാവശ്യം ക്ലോസറ്റ് എല്ലാം വാരി വലിച്ച് ഇതിനൊക്കെ ഇട്ടിട്ടാണ് പോകാറ്. പിറ്റേ ദിവസമാണ് ഞാൻ സാധാരണ മടക്കാറ്. ഇന്നിപ്പോ ഞാൻ വീട്ടിലെ ഒറ്റയ്ക്കായതുകൊണ്ട് ഞാനായിരിക്കും ഒറ്റയ്ക്ക് ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക. ജിലുവിന്റെ ഹെയറിൽ ഒരു ഹെയർ മിസ്റ്റ് ഉപയോഗിച്ച് ഒന്ന് വെറ്റാക്കിയതിന് ശേഷം ഹെയർ കെട്ടിക്കൊടുക്കുകയാണ്. കാരണം ഹെയർ മിസ്റ്റ് ഉപയോഗിച്ച് വെറ്റാക്കുമ്പോൾ മുടി കെട്ടാനായിട്ട് ഇച്ചിരി എളുപ്പമാണ്. പിള്ളേരുടെ മുടി ഷോർട്ട് ആയതുകൊണ്ട് തന്നെ കൺട്രോൾ വരാനായിട്ട് ഇച്ചിരി പാടാണല്ലോ. അതുകൊണ്ടാണ് നമ്മൾ ഈ ഹെയർ മിസ്റ്റ് ഉപയോഗിച്ച് ഒന്ന് വെറ്റ് ചെയ്യുന്നത്. നനഞ്ഞ മുടി കെട്ടി വെക്കരുത് എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഹ്യൂമിഡിറ്റി അനുസരിച്ചാണ് നനഞ്ഞ മുടി കെട്ടി വെക്കരുത് എന്ന് പറയുന്നത്. ഇത് ഇവിടെ ഹ്യൂമിഡിറ്റി കുറവായതുകൊണ്ട് തന്നെ വേഗം മുടി ഉണങ്ങും, വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അവർക്ക് കണ്ണെഴുതണോ? ഉടുപ്പിടാൻ നമുക്ക് പോയി. സുന്ദരിയായ എങ്ങനെയുണ്ട്? സുന്ദരിയായ കണ്ണെഴുതി തരണോ ജിലുവിന്? ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങനെ മോഡേൺ ആണ്. നമ്മുടെ നെയ്ബറായ ജിതിന്റെയും ഫാമിലിയുടെയും കൂടെയാണ് ജിലുവും അമ്മച്ചിയും പോകുന്നത്. അവരിനി പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ആവും വരാൻ. ഇപ്പൊ ഏകദേശം 12 മണിയാവുന്നു. ഇപ്പൊ ഓടിച്ചെന്നാലേ അവർക്ക് സദ്യ കിട്ടത്തുള്ളൂ. പിന്നെ നിറയെ പാട്ട് പരിപാടികളൊക്കെ ഉണ്ടല്ലോ. അതെല്ലാം കണ്ട് ഈവനിങ് ആവും അവർ തിരിച്ചെത്താൻ. എനിക്കറിയാം നമ്മുടെ നാട്ടില് 10-28 ദിവസം കഴിയാതെ വെളിയിലോട്ട് പെണ്ണുങ്ങൾക്ക് പോകാൻ പറ്റത്തില്ല പ്രസവം കഴിഞ്ഞിട്ട്. പക്ഷെ അതുകൊണ്ടൊന്നുമല്ല, എനിക്ക് പെൽവിക് പെയിൻ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ വെളിയിൽ പോകാത്തത്. ബേബിനെ ഒന്ന് ഫീഡ് ചെയ്തപ്പോൾ അവൻ നന്നായിട്ട് ഉറങ്ങി. ഇനി ഒരു 2 മണിക്കൂർ ഉണ്ടാവും. നമുക്ക് ചെറിയ ചെറിയ പണികളൊക്കെ വീട്ടിൽ ചെയ്ത് തീർക്കാം. ദേഹം അനങ്ങാതെ ഒരിടത്ത് തന്നെ കിടക്കണം എന്നൊന്നുമില്ല. നമ്മളൊന്ന് ബോഡി മൂവ് ചെയ്യുമ്പോഴത്തേന് ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാകുകയും നമുക്ക് പെട്ടെന്ന് ഹീലാകാനും പറ്റും. പക്ഷെ എന്നും പറഞ്ഞ് ഹെവി ലിഫ്റ്റ് ചെയ്യാനോ വലിയ ആയാസപ്പെട്ടുള്ള പണികൾ ചെയ്യാനോ നിൽക്കാതിരുന്നാൽ മതി. കുറെ തുണികളെല്ലാം വലിച്ചുവാരി ഇട്ടിട്ടാണല്ലോ പോയത്. അതെല്ലാം ഞാൻ ജസ്റ്റ് ഒന്ന് മടക്കി വെക്കുകയാണ്. അച്ചാച്ചന്റെ ഇന്ന് ഇടാനിരുന്ന ഷർട്ട് ഇതായിരുന്നു, ഈ ഒരു പർപ്പിൾ കളർ. പക്ഷെ ഞാനത് അയൺ ചെയ്ത് കൊടുത്തതാണ്, അത് ഫുള്ള് കീറിപ്പോയി. അതുകൊണ്ട് ഏതോ തട്ടിക്കുട്ടി ഒരു ഷർട്ട് ഇട്ടിട്ടാണ് ഇന്നാൾ പോയിട്ടുള്ളത്. എനിക്കിപ്പോ ഹെൽപ്പിന് നാട്ടിൽ നിന്ന് അമ്മ വന്നിട്ടുണ്ട്. നാട്ടിൽ നിന്ന് അമ്മമാർ വരാതെ എത്രയോ സ്ത്രീകൾ ഇവിടെ കുട്ടികളെ ഒറ്റയ്ക്ക് നോക്കി വളർത്തുന്നുണ്ടെന്ന് അറിയാവോ. അതുകൊണ്ട് തന്നെ ഈ ചെറിയ പണികളൊന്നും വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഈ ക്ലോസറ്റ് കണ്ടോ, എല്ലാം മലമ്പായിട്ട് കിടക്കുകയാണ്. സാധാരണ എനിക്ക് ഇച്ചിരി ആരോഗ്യം ഉണ്ടെങ്കിൽ അത്യാവശ്യം വൃത്തിക്കൊക്കെ
ഞാൻ അടുക്കി വെക്കും. പക്ഷേ ഇതൊക്കെയാണ് എന്റെ തട്ടിക്കൂട്ട് പണികൾ. എല്ലാം അവിടെ ഇവിടെ വലിച്ചുകാരി ഇടുന്നില്ല, ഞാൻ എന്നാലും വലുതായിട്ട് പണിയെടുക്കുന്നില്ല. ചെറിയ ചെറിയ രീതിയിൽ അടങ്ങി ഒരു വൃത്തിക്കൊക്കെ എവിടെയൊക്കെ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് പെർഫെക്റ്റ് ആയിട്ട് ഒന്നും ചെയ്തിട്ടില്ല. ആരോഗ്യം തിരിച്ചു കിട്ടിയിട്ട് വീട്ടിൽ ചെയ്യാനുള്ള പണികളുടെ ലിസ്റ്റൊക്കെ ഞാൻ മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വണ്ണായിരിക്കും ഈ ക്ലോസറ്റ് ഒന്ന് ക്ലിയർ ചെയ്യാന്നുള്ളത്. അത്യാവശ്യം അവിടെ ഇവിടെ എല്ലാം തുണികളൊക്കെ മാറിയും തിരിഞ്ഞിരിപ്പുണ്ട്. പക്ഷേ അതിൽ സ്ട്രെസ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ എനിക്ക് വീട്ടിൽ സ്ട്രെസ് ചെയ്യാറുണ്ട്. കുഞ്ഞാള് ചെറിയ ചിണുക്കം കാണിച്ചു തുടങ്ങി. പെട്ടെന്ന് ഞാൻ പോയി ഡ്രസ്സൊക്കെ മാറിയിട്ട് വന്നു. രാവിലെ എണ്ണീറ്റ് ഉടുപ്പായിരുന്നു ഇത്രയും നേരം ഇട്ടിരുന്നത്. ഉച്ചയ്ക്ക് 12 മണിയായി. എന്തെങ്കിലും ലഞ്ച് കഴിക്കണം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് വലുതായിട്ടൊന്നും കഴിച്ചില്ല, കാരണം ഇവിടെ എല്ലാവരും ഒരുങ്ങുന്നതിന്റെ തിരക്കായതുകൊണ്ട് അധികം ഒന്നും ഫുഡ് കഴിക്കാൻ പറ്റില്ല. ഞാൻ ചെന്നപ്പോൾ ചെറിയ ചിണുക്കം ഉണ്ടായിരുന്നുള്ളൂ, അങ്ങനെ കിടന്ന് ഉറങ്ങുമായിരുന്നു. സോ ഏതായാലും നമുക്ക് പെട്ടെന്നൊന്ന് റെഡി ആയിട്ട് ഫുഡ് ഉണ്ടാക്കാം. ഫുഡ് ഉണ്ടാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിക്കൻ ബ്രസ്റ്റ് ഇരിപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ കരുതി ചിക്കൻ ബ്രസ്റ്റ് ഗ്രില്ല് ചെയ്തിട്ട് ഒരു ചെറിയ ഗ്രീൻ സാലഡുമായിട്ട് കഴിക്കാമെന്ന് കരുതി. കാർബ്സ് ഒക്കെ മാക്സിമം ഞാൻ ഒഴിവാക്കുന്നുണ്ട് കേട്ടോ. ലാസ്റ്റ് പ്രസവം കഴിഞ്ഞതിന് ശേഷം ചോറടിച്ചിട്ട് നന്നായിട്ട് കൂടിയുണ്ട് ഞാൻ വണ്ണം വെച്ചിട്ടുണ്ടായിരുന്നു നല്ല പോലെ. അത് കുറയ്ക്കാനായിട്ട് ഞാൻ അത്യാവശ്യം സമയം എടുത്തിട്ടുണ്ടായിരുന്നു. സോ നമ്മുടെ ബോഡി നമുക്കറിയാലോ, അതനുസരിച്ചിട്ട് കുറച്ച് കാർബ്സ് കുറച്ച് പ്രോട്ടീൻ കൂട്ടിയിട്ടുള്ള ഫുഡ് അടിക്കാം. ഞാൻ എനിക്ക് എന്റെ ഫുഡ് ഉണ്ടാക്കുന്നതിന്റെ കൂട്ടത്തിൽ ബേബിക്കുള്ള പാല് കൂടി പമ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം ഇപ്പൊ കുടിച്ചിട്ടാണ് അവൻ കിടക്കുന്നത്. അതുകൊണ്ട് ഞാൻ പമ്പ് ചെയ്ത് വെച്ചിരുന്നത് പെട്ടെന്ന് എണ്ണിക്കുകയാണെങ്കിൽ ഒന്ന് ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയൊരു നാപ്പ് ടൈം കൂടി കിട്ടും എനിക്ക്. അപ്പം യൂഷ്വലി ഞാൻ പമ്പ് ചെയ്യുമ്പോഴത്തേന് ഒരു 6 to 8 ml ഒക്കെ ഒരു പമ്പിൽ കിട്ടാറുണ്ട്. പക്ഷേ ഇപ്പം ഞാൻ അവനെ ഫീഡ് ചെയ്തുകൊണ്ടാണ് പാല് കുറവ്. ഇത്രയും മതിയാവും. ഒന്ന് എണ്ണിക്കുകയാണെങ്കിൽ അത് ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ചെയ്യും. ഞാൻ അഗ്രസീവായിട്ട് പമ്പ് ചെയ്യുന്നില്ല. ഡെയിലി ഒരു 3 times പമ്പ് ചെയ്യും. രാവിലെ എണ്ണീറ്റ് വരുമ്പോഴത്തേനും ഒന്ന് പമ്പ് ചെയ്തതിന് ശേഷം പിന്നെ ഒരു ഉച്ചയ്ക്ക് പമ്പ് ചെയ്യും. പിന്നെ ഞാൻ രാത്രി കിടക്കുന്നതിന് മുമ്പേ. അങ്ങനെ 3 times ആയിട്ടാണ് ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. പതുക്കെ അത് കൂടിക്കൊണ്ട് വരും. പക്ഷേ ഇപ്പൊ തൽക്കാലം ഞാൻ വലിയ അഗ്രസീവായിട്ട് കാണിക്കുന്നില്ല. അങ്ങനെ പാല് പമ്പ് ചെയ്ത് വെച്ചതിന് ശേഷം ഞാൻ ഫുഡ് കഴിക്കാനായിട്ടിരുന്നു. പക്ഷെ ഫുഡ് കഴിച്ച് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അവിടെ നിന്ന് ചെറിയ ഒരു ചിണുക്കം കേട്ടു. അപ്പം നമുക്ക് പോയി ഡൈപ്പറൊക്കെ മാറ്റി കൊടുത്ത് ആളെ പമ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന പാലും കൂടി കൊടുത്തു കഴിഞ്ഞാൽ ചെറിയൊരു നാപ്പ് ടൈം കിട്ടും. ആ സമയത്ത് നമുക്ക് ലഞ്ച് ഫിനിഷ് ചെയ്യാം. എന്റെ ലാസ്റ്റ് റീലിൽ നിങ്ങളുടെ സജഷൻ അനുസരിച്ചാണ് ബേബിനെ ഞാൻ തിരിച്ച് കിടത്തിയത്. തിരിച്ച് ലൈറ്റിനോട് ചേർത്ത് കിടക്കരുതെന്ന് 2-3 പേര് അഭിപ്രായപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ തിരിച്ച് കിടത്തിയത്. ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ മൂന്നാമതൊരാൾ മാത്രമേ ശ്രദ്ധിക്കത്തുള്ളൂ. നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിച്ചെന്ന് വരില്ല. ഏതായാലും ബേബിനെ ഉറക്കുന്ന സമയത്താണ് ഞാൻ ശ്രദ്ധിച്ചത്. മഴയ്ക്ക് ഒരു നല്ല ചാൻസ് ഉണ്ട്. വീട്ടിൽ തനിച്ചാണെന്നൊരു ഫീലൊന്നും അങ്ങനെ തോന്നുന്നുണ്ടായിരുന്നില്ല. ഞാനിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ എൻജോയ് ചെയ്ത് നടക്കുമായിരുന്നു. അങ്ങനെ ഭയങ്കര റെസ്റ്റ് എടുക്കാതെ ഇരുന്ന് ഞാൻ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നു എന്നൊന്നുമില്ല. ഞാൻ എന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. മൂവ് അറൗണ്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഞാൻ ചെയ്യുന്ന ഒരു കാര്യം. ഞാൻ ഒരിടത്ത് തന്നെ ഇരിക്കുകയോ അങ്ങനെ അങ്ങ് കിടക്കുകയോ ചെയ്യുന്നതിന് പകരം ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. ഏതായാലും നമ്മൾ എക്സ്പ്രസ് ചെയ്ത് വെച്ചിരുന്ന പാലെടുത്ത് കൊടുത്തതിന് ശേഷം ബേബി ഒന്ന് ചെറുതായിട്ട് നാപ്പ് എടുത്തു. അപ്പോൾ നമുക്കിനി നമ്മുടെ ലഞ്ച് എൻജോയ് ചെയ്യാം. എനിക്ക് നല്ല പെൽവിക് പെയിൻ ഉണ്ട്. എൻ്റെ ഇരുത്തം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം എനിക്കൊന്നും നന്നായിട്ട് ഇരിക്കാൻ പോലും പറ്റുന്നില്ല. ഞാൻ 2-3 കമന്റ്സ് കണ്ടിട്ടുണ്ടായിരുന്നു. പ്രീവിയസ്ലി ഈ SPD കണ്ടീഷൻ ഉണ്ടായിരുന്ന സ്ത്രീകൾ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു 2 to 3 months എങ്കിലും എടുക്കും പ്രസവം കഴിഞ്ഞിട്ട് ഈ പെയിൻ ഒന്ന് മാറി കിട്ടാനായിട്ട്. എന്റെ ലാസ്റ്റ് ഫുൾ വീഡിയോയുടെ മീൻസ് ബർത്ത് വ്ളോഗിന്റെ കമന്റ്സിൽ ഒരുപാട് പേര് കമന്റ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് ടിയർ ഇല്ലാതെ കുഞ്ഞുണ്ടായത്, കുഞ്ഞിന് എന്തൊക്കെ എക്സസൈസ് ചെയ്തു. ഞാൻ ആക്ച്വലി കുറെ കാര്യങ്ങളൊക്കെ തന്നെ റീൽസിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനൊരു ഫുൾ വീഡിയോ ആയിട്ട് ഫേസ് ടു ഫേസ് ഇരുന്ന് എല്ലാ കാര്യങ്ങളും ചെറുതായിട്ട് എന്റേതായി ഗ്യാദർ ചെയ്ത് ഒരു ഫുൾ വീഡിയോ ചെയ്യണമെന്ന് പ്ലാൻ ഉണ്ട്. അങ്ങനെ വേണമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യട്ടോ. അങ്ങനെയാണെങ്കിൽ ഞാനൊരു ഫുൾ വീഡിയോ നമുക്ക് ചെയ്യാം. എന്തൊക്കെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞാനൊന്ന് പ്രിപ്പയർ ആവണം. കാരണം പെട്ടെന്ന് ഒരു കാര്യമല്ല, ഞാൻ ഒരുപാട് നാളായിട്ട് ഫോളോ ചെയ്യുന്നതും കുറച്ച് ചിലതൊക്കെ മറന്നു പോകും നമ്മൾ പെട്ടെന്ന് ചെയ്യുമ്പോഴത്തേന്. അതുകൊണ്ട് എനിക്കൊന്ന് പ്രിപ്പയർ ചെയ്യാനായിട്ട് കുറച്ച് ദിവസങ്ങൾ വേണം. പിന്നെ അറിയാമല്ലോ, പോസ്റ്റ്പാർട്ടാണ്. ഞാൻ ഈ വീഡിയോയിൽ കാണുന്നതൊക്കെ കുറച്ച് റിലാക്സ്ഡ് ആയിട്ടും കുറച്ച് ആക്റ്റീവായിട്ട് നിൽക്കുന്നുണ്ടെങ്കിലും അത് കഴിയുമ്പോഴത്തേനും തളർന്നൂത്തി എവിടെയെങ്കിലും ഉണ്ടാവും. സോ അതിൻ്റെതായ ഒരു ഡിലേ വീഡിയോസിനൊക്കെ ഉണ്ടാവും. കുഞ്ഞിനെ കൊണ്ട് ഞാനൊന്ന് നാപ്പ് എടുക്കാൻ പോയതാണ്. അപ്പോഴത്തേനാണ് എൻ്റെ ഫോണിൽ അലേർട്ട് വന്നത്, ഫ്ലഡ് പിന്നെ ചുഴലിക്കാറ്റും ഒക്കെ ഈ ഏരിയയിലുണ്ടെന്ന്. ബെസ്റ്റ് ടൈം ഒറ്റയ്ക്ക് വീട്ടിൽ ഇരിക്കാൻ പറ്റിയ. ഏതായാലും വെളിയിലേക്ക് നോക്കിയപ്പോൾ നന്നായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. മഴ പെയ്യുന്ന അതിന്റെ കൂട്ടത്തിൽ വെളിയിൽ നിറയെ വെള്ളക്കെട്ടുണ്ട്. നാട്ടിലെ വെള്ളക്കെട്ട് വെച്ചിട്ട് ഇത് കമ്പയർ ചെയ്യാനേ പറ്റത്തില്ല. നമ്മുടെ നാട്ടിലെ പോലെയല്ല. ഇവിടെ നിന്ന് ചെറിയൊരു വെള്ളക്കെട്ട് വന്ന് കാർ ഓടുമ്പോഴത്തേന് വെള്ളം തെറിക്കുകയാണെങ്കിൽ ഫ്ലഡ് അലേർട്ട് തരുന്ന നാടാണ്. സോ നാട്ടിലെ വെള്ളപ്പൊക്കം പോലെ അല്ല ഇവിടുത്തെ. എന്നാലും നമുക്ക് അലേർട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഈ ഫോണിലും അലേർട്ട് വരുമ്പോൾ നല്ല ശബ്ദം കേൾക്കും. ആ ശബ്ദം കേട്ടിട്ടാണ് ഞാൻ ചാടി എണീറ്റത്. ബേബി പാലൊക്കെ കുടിച്ച് നല്ല ഉറക്കമാണ്. അതുകൊണ്ട് തന്നെ ആ ശബ്ദമൊന്നും അവൻ കേട്ടിട്ടുണ്ടായിരുന്നില്ല. വെളിയിൽ മഴയും കാറ്റും ഒന്നും വീശുന്നതും അവൻ അറിയുന്നുണ്ടായിരുന്നില്ല. അവൻ നല്ല സുഖത്തിൽ ഉറങ്ങുകയാണ്. പിന്നെ ബേബീനെ ഞാൻ 2 hours എപ്പോഴും വിളിച്ചുണർത്തി പാല് കൊടുക്കുന്നതിനെ കുറിച്ച് 2-3 പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആക്ച്വലി അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനിപ്പോൾ ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കുന്നുണ്ടും അതും എക്സ്പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ടും ഞാൻ കൺട്രോൾഡ് ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പം എക്സ്പ്രസ് ചെയ്ത് കൊടുക്കുന്ന സമയത്തൊക്കെ നമ്മൾ 2 hours ഗ്യാപ്പ് ഇട്ടിട്ട് വിളിച്ചുണർത്തി കൊടുക്കും. അതാകുമ്പോഴത്തേന് നമുക്കൊരു ഐഡിയ ഉണ്ട് എത്ര ml വെച്ച് പാലവൻ കുടിക്കുന്നുണ്ടെന്ന്. എല്ലാം ബ്രസ്റ്റ് ഫീഡ് ചെയ്യുകയാണ്, ഡയറക്റ്റ്ലി ബ്രസ്റ്റ് ഫീഡ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ആവശ്യമില്ല. നമ്മൾ കുഞ്ഞ് കരയുമ്പോൾ കൊടുത്താൽ മതി. സോ ഞാനൊരു അതിന്റെ ഒരു ബാലൻസിലാണ് ഇപ്പോൾ പോകുന്നത്. ഞാൻ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്, പ്ലസ് ഞാൻ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നുണ്ട്. കുഞ്ഞിന്റെ തുണികളൊക്കെ അമ്മ രാവിലെ കഴുകി ഇങ്ങനെ എല്ലാ ദിവസവും സൺഡ്രൈ ചെയ്യും. ഇപ്പൊ സമ്മർ ആയതുകൊണ്ടാണ് നമുക്ക് സൺഡ്രൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളത് കേട്ടോ. സോ ഓപ്ഷൻ ഉള്ളതുകൊണ്ട് നമ്മളത് ചൂസ് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പൊ അതെല്ലാം നനഞ്ഞ് കുതിർന്ന് ഇനിയിപ്പോൾ അതിൽ ചെളി പറ്റണ്ടെന്ന് എഴുതിയിട്ട് ഞാൻ പോയി അത് എടുത്തിട്ട് വരുമായിരുന്നു. സാധാരണ നമ്മൾ വാഷിംഗ് മെഷീനിലും ഡ്രയറിലും ഇട്ടാണ് നമ്മുടെ തുണികളൊക്കെ കഴുകുകയും ഉണക്കുകയും ചെയ്യുന്നത്. പക്ഷെ കുഞ്ഞാളുടെ മാത്രമാണ് വെളിയിലിട്ട് ഉണക്കുന്നത്. ജിലു കുഞ്ഞായിരുന്നപ്പോഴും നമ്മളിത് ചെയ്യായിരുന്നു കേട്ടോ. ഇപ്പൊ ഡ്രയറിൽ ഉണക്കി എന്ന് പറഞ്ഞിട്ട് വലിയ പ്രശ്നമൊന്നുമില്ല. ക്ലീൻ ആയിട്ടുള്ള ഡ്രയറും വാഷിംഗ് മെഷീനും ഉണ്ടായാൽ മതി. ഇപ്പൊ നമ്മൾ എല്ലാ തുണികളും അതിൽ വാഷ് ചെയ്യുന്നതുകൊണ്ടാണ് കൈവച്ച് തുണി വാഷ് ചെയ്ത് സൺഡ്രൈ ചെയ്ത് എടുക്കാന്ന് കരുതുന്നത്. ഇത് ഓപ്ഷൻ ഇല്ലാത്തവർക്ക് ഇറ്റ്സ് ഓക്കെ. അതുകൊണ്ടൊരു വലിയ ഗുണം ഉണ്ടാവുന്നില്ല. നിങ്ങളുടെ എല്ലാവരുടെയും കമന്റ്സ് ഒക്കെ ഞാൻ വായിക്കാറുണ്ട് കേട്ടോ. ഞാൻ ഒരു
ജിലു കമന്റ് കണ്ടായിരുന്നു എന്റെ സംസാരം കേട്ടിരിക്കാൻ നല്ല രസമുണ്ടെന്ന്. പക്ഷെ ഇത്ര വലിയ ലോങ് വീഡിയോയിൽ നിങ്ങൾ എങ്ങനെ അത് കേട്ടിരിക്കും എന്നുള്ളൊരു ഡൗട്ട് എനിക്കുണ്ട്. അത് ഈ റെക്കോർഡ് ചെയ്യുമ്പോഴും ഞാനത് ചിന്തിക്കുന്നുണ്ട് കേട്ടോ. കാരണം ചെറിയ ഷോർട്ട് വീഡിയോ 2 മിനിറ്റ്സ് അല്ലെങ്കിൽ 3 മിനിറ്റ്സ് വരുന്ന വീഡിയോ പോലെ അല്ലല്ലോ ഈ 10-12 മിനിറ്റ്സ് ഒക്കെ വരുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾ എങ്ങനെ സഹിച്ച് കേട്ടിരിക്കും എന്നുള്ളൊരു ഡൗട്ടാണ് ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ വരുന്നത്. ബേബി ജനിച്ചു കഴിഞ്ഞാൽ ആദ്യം വരുന്ന ചോദ്യം ഇത് ആരെ പോലെ ഇപ്പൊ ഇരിക്കുന്നേ, ഒന്ന് ക്ലോസപ്പിൽ വന്ന് നോക്കിയിട്ട് ഇതിപ്പോ ആരെ പോലെ ഇരിക്കുന്നതെന്നൊക്കെ നോക്കില്ലേ. ഞാൻ ഇവനെ കുറെ നേരം നോക്കിയിരുന്നു കേട്ടോ, ഇതിപ്പോ ആരെ പോലെ ഇരിക്കുന്നത്. പക്ഷെ എന്നെ റിമൈൻഡ് ചെയ്തത് എന്റെ ബേബി ജിലു ബേബിനെ തന്നെയാണ്. ജിലു വളരെ കുഞ്ഞായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ഒരു ഫോട്ടോ ഞാൻ ഈ സൈഡിൽ കൊടുക്കാം, നിങ്ങളൊന്ന് നോക്കി. ഏകദേശം ഒരേപോലെ ഇല്ലേ രണ്ടുപേരും ഫേസും, മുടിയും ഏകദേശം അതേപോലെയൊക്കെ തന്നെയാണ്. രണ്ടുപേർക്കും ഒരുപാട് മുടിയൊന്നും ഇല്ല. ഞാൻ പെട്ടെന്ന് ചെറിയൊരു നാപ്പ് എടുത്ത് കഴിഞ്ഞപ്പോഴത്തേനെ ബേബി ഉണർന്നു. അതിന്റെ കൂടെ വെതറും പെട്ടെന്ന് മാറി, നല്ല സൺലൈറ്റ് വരുന്നുണ്ടായിരുന്നു. ഈവനിങ് ഏകദേശം ഒരു 3:30 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു ഈ സമയത്ത്. ഇനി ഞങ്ങൾക്ക് പെട്ടെന്ന് പോയി ഒന്ന് ഡൈപ്പറൊക്കെ മാറ്റി ഫ്രഷ് ആയി പുതിയ ഉടുപ്പൊക്കെ ഇട്ട് റെഡി ആയിരിക്കാം. സത്യം പറഞ്ഞാൽ ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ വലിയ പണികളൊന്നും എടുത്തിട്ടില്ല കേട്ടോ. ഞാൻ അവനെ അങ്ങോട്ട് കൊണ്ടുപോകുന്നു ഇങ്ങോട്ട് കൊണ്ടുവന്ന് പാൽ കൊടുക്കുന്നു, ഉടുപ്പ് മാറ്റുന്നു, ഡൈപ്പർ മാറ്റുന്നു, എനിക്കുള്ള ഫുഡ് ഉണ്ടാക്കുന്നു, ഫുഡ് കഴിക്കുന്നു, അങ്ങനെയൊക്കെ ചെറിയ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇതിപ്പം കുറച്ച് നാൾ കഴിഞ്ഞാലും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. വീട്ടിൽ ഫുഡ് ഉണ്ടാക്കൽ മാത്രമാണ് നമ്മുടെ വലിയ പരിപാടി എന്നാണല്ലോ. അത് മാത്രം മാറ്റി വെച്ച് കഴിഞ്ഞാൽ ബാക്കി കുഞ്ഞിനെ നോക്കല് അവിടെല്ലാം ഒന്ന് ഒതുക്കി പറക്കി വെക്കല്, അത് മാത്രമാണ് എന്റെ വീട്ടിലെ പണി ഉണ്ടാവുക. പോസ്റ്റ്മോർട്ടം പീരീഡിൽ നന്നായി ഹൈഡ്രേറ്റ് ചെയ്തിരിക്കാൻ ശ്രമിക്കുക കേട്ടോ. കിഡ്നി റിലേറ്റഡ് അസുഖങ്ങളും പിന്നെ നല്ല യൂറിനറി ഇൻഫെക്ഷൻ ഒക്കെ വരാൻ ചാൻസ് ഉള്ള സമയമാണ്. എസ്പെഷ്യലി നിങ്ങൾ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുകയാണെങ്കിൽ ഇതിനുള്ള ചാൻസ് ഭയങ്കര ഹൈ ആണ്. അതുകൊണ്ട് നിറയെ വെള്ളം കുടിച്ചോ, വെള്ളം കുടിച്ചോണ്ടേ ഇരിക്കുക. അതിപ്പോ ഏത് കാലാവസ്ഥയാണെങ്കിലും വെള്ളം കുടിച്ചോണം കേട്ടോ. പിന്നെ 2 ദിവസം മുമ്പ് ബേബിയുടെ പൊക്കിൽ കൂടി വീണിട്ടുണ്ടായിരുന്നു കേട്ടോ. ജിലുവിന്റെ ഒരു ഇച്ചിരി കൂടി ഉണ്ടായിരുന്നു, ഇത് ഒത്തിരി ഉണ്ടായിരുന്നു പൊക്കിൽ കൂടി സൂക്ഷിച്ച് വെക്കാൻ വിധത്തില്. നാട്ടിലെ ഇങ്ങനെ ഒരു ഫ്രണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു പൊക്കിൽ കൂടി കുറച്ച് നാൾ എയർ തട്ടുന്ന രീതിയിൽ വെച്ചിട്ട് പിന്നീട് എടുത്തപ്പോഴത്തേക്ക് അത് പൊടിഞ്ഞു പോയി എന്ന്. ആക്ച്വലി ജിലുവിന്റെ ഇപ്പൊ 3 കൊല്ലമായിട്ടും അങ്ങനെ ഒരു ക്ലോസ്ഡ് കണ്ടെയ്നറിലൊന്നും അല്ല ഇരിക്കുന്നത്. പക്ഷെ അത് സ്റ്റിൽ നല്ലപോലെ ഇരിപ്പുണ്ട്. ഞാൻ നല്ല ടയർഡാണ്. വയറൊക്കെ കുറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ബെൽറ്റ് ഒന്നും കെട്ടുന്നില്ല. എന്നെ അധികം ഞാൻ ട്രോമറ്റൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നില്ല. ചെറിയ സ്ലോ ആയിട്ട് ഒന്ന് റിക്കവറായി എടുക്കണം എന്ന് മാത്രമാണ് എന്റെ മനസ്സിൽ. ബെൽറ്റ് മേടിച്ചിട്ടുണ്ട്, അത് കെട്ടാൻ പകുതൊക്കെ ഒരു 6 വീക്സിൽ എനിക്ക് ഗൈനിക്കിന്റെ അപ്പോയിന്റ്മെന്റ് ഉണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് എല്ലാം ഓക്കെ ആണ്, സ്റ്റിച്ചസ് ഒക്കെ ഹീൽ ആവുന്നുണ്ട്. എനിക്ക് 2 കട്ടുണ്ട്, വലിയ ടിയർ ഇല്ല, പക്ഷെ 2 കട്ട് അവിടെ ഇവിടെ ആയിട്ടുണ്ട്. ആ 2 കട്ടിന് ഓരോ സ്റ്റിച്ച് വെച്ചിട്ടിട്ടുണ്ട്. അത് രണ്ടും ഹീൽ ആവുന്നുണ്ടോ എന്ന് നോക്കണം. അതെല്ലാം ഓക്കെ ആണ്. ഞാൻ പെർഫെക്റ്റ്ലി ഓക്കെ ആണെങ്കിൽ മാത്രമേ ഞാൻ ബെൽറ്റ് കെട്ടുന്നുള്ളൂ. കാരണം എനിക്ക് അധികം പ്രഷർ എനിക്ക് കൊടുക്കണ്ട. പിന്നെ എക്സസൈസ് ചെയ്താൽ മാറാവുന്നതേ ഉള്ളൂ ഈ വയറൊക്കെ. പക്ഷെ നന്നായി എക്സസൈസ് ചെയ്യണം. ഏതെങ്കിലും ഒരു നല്ലൊരു ഹെൽപ്പ് വേണം, ഒരു ട്രെയിനറിന്റെയോ ആരെങ്കിലും ഒരു ഹെൽപ്പ് വേണം. ഏതായാലും ഞാൻ കോഫി ഇടുന്ന സമയം കൊണ്ടതേ പോയവരൊക്കെ തിരിച്ചു വരുന്നുണ്ട്, സദ്യയൊക്കെ കണ്ടിട്ട്. ജിലു ഉണ്ടായ സമയത്ത് ഒരു 5 ദിവസം മാത്രം പ്രായമുള്ളപ്പം അവളെയും കൊണ്ട് നമ്മളൊരു പിക്നിക്കിന് പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ വെളിയിലൊക്കെ പോകുമ്പോൾ ഇവിടുത്തെ ആൾക്കാര് ജനിച്ച് അധിക ദിവസം ആകാത്ത പിള്ളേരെ കൊണ്ട് വെളിയിലൊക്കെ സൂലൊക്കെ പോകുന്ന കണ്ടിട്ടുണ്ട്. എന്നാലും ഒരുപാട് നേരം ഇല്ലെങ്കിലും ഒരു 1/4 മണിക്കൂർ ഞങ്ങൾ ആ പിക്നിക്കിന് പോയിട്ട് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല കുഞ്ഞുങ്ങളെ വെളിയിൽ കൊണ്ടുപോകുന്നതിൽ. വെതറും കാര്യങ്ങളും ഒക്കെ നോക്കി മര്യാദയ്ക്ക് നമുക്ക് കൊണ്ടുപോകുന്നേ ഉള്ളൂ. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. നിങ്ങൾക്ക് നിങ്ങളുടെ കമന്റ്സ് ഒക്കെ രേഖപ്പെടുത്തുക അഭിപ്രായങ്ങൾ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം. എനിക്ക് ഇച്ചിരി ചമ്മലുണ്ട് ലോങ് വീഡിയോ ചെയ്യാം.